മിസ്ലീഡിംഗ് ആയിട്ടുള്ള വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുള്ളത്. അപ്ഡേഷൻ വൈകിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹെഡ് ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് 4 മണിക്കൂർ പിന്നിടുകയാണ് ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ട്. എത്ര നേരം പിടിച്ചു വെക്കാൻ കഴിയും? അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര നേരം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ പകുതിയോളം വോട്ടുകൾ അല്ലെ, പകുതിയോളം വോട്ടുകളെങ്കിലും ഇനിയും എണ്ണാനുണ്ട്. പക്ഷേ എത്രമാത്രം അപ്ഡേഷൻ നടന്നിട്ടുണ്ട്? ജിജിൻ ജയപാൽ നമ്മോടൊപ്പം ഉണ്ട്. ജിജിന്റെ കൂടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. ജിജിൻ, ഈ സൈറ്റിൽ എന്ത് മായമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്? അഭിലാഷ് മാധവ്, ഇതാണ് ഇപ്പോൾ ഹരിയാനയിലെ രാഷ്ട്രീയ നിറമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് ഓറഞ്ച് നിറവും മറുവശത്ത് നീല നിറവും കാണാം. ഈ ഓറഞ്ച് നിറം കാണുന്ന പ്രദേശങ്ങൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. ഈ ഓറഞ്ച് നിറം കാണുന്നത് പഞ്ചാബിനോട് ചേർന്ന പ്രദേശമാണ് ഈ നീല നിറത്തിൽ കാണപ്പെടുന്നത്. ഈ നീല നിറം കാണപ്പെടുന്നത് ഹിമാചൽ ചേർന്നുള്ള പ്രദേശമാണ്, ഹിമാചൽ സംസ്ഥാനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇത് തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാവുകയാണ്. ഈ സംസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ BJP ശക്തമായ ആധിപത്യം പുലർത്തുന്നു, മറ്റ് ഇടങ്ങളിൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തുന്നു. ഇനി മറ്റ് ഇതിൻ്റെ വോട്ടെണ്ണൽ സംബന്ധിച്ച് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. BJP ലീഡ് ചെയ്യുന്നത് വെറും 4 അതിലധികമോ താഴെയുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP ലീഡ് ചെയ്യുന്നത്. അതിൽ മിക്കയിടത്തും നമുക്ക് ഈ മാർജിൻ കണക്കുകൾ നോക്കാം. ഇത് 17 റൗണ്ടുകളാണ് ഓരോ മണ്ഡലങ്ങളിലും എണ്ണാനുള്ളത്. അവിടെ എല്ലായിടത്തും 9, 7, 7 അങ്ങനെ 10-ൽ താഴെ മാത്രമേ ഇതുവരെ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ 727, 800, 400 അങ്ങനെ 1000-ന് താഴെയുള്ള ഒരു ഭൂരിപക്ഷമാണ് പല സ്ഥാനാർത്ഥികൾക്കും കാണപ്പെടുന്നത്. ഒരു 20,000-ന് മുകളിൽ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ സുരക്ഷിതമായ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. 90 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത്. വോട്ടെണ്ണൽ മന്ദഗതിയിൽ തന്നെയാണെന്ന് ഏകദേശമുള്ള ആരോപണത്തിന് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോഴുള്ള കണക്കുകൾ. ശരി, ജിജിൻ ജയപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ അങ്ങനെ വിവരങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് അത് വളരെ കുറവായി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം റൗണ്ടുകൾ എണ്ണി തീർന്നിട്ടും 8, 9, 10 എന്നുള്ള കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത് എന്ന് ആരോപിക്കുന്നവരിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുമുണ്ട്.